മക്കളെ RRB ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ ജനുവരി മാസം 31-ാം തീയതി വരാനിരിക്കുകയാണ്. എന്താണ് RRB ഗ്രൂപ്പ് ഡിയുടെ ജോലി എന്ന് നിങ്ങൾക്കറിയാമോ? ജോലിയുടെ സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? പാടുള്ള ജോലിയാണോ അതോ എളുപ്പമുള്ള ജോലിയാണോ? എന്ത് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് ഓരോ ജോലിക്കും ഉള്ളത്? എത്ര സാലറിയാണ് ഓരോ ജോലിക്ക് കിട്ടാൻ പോകുന്നത്? മക്കളെ, നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? കൃത്യമായി ഓരോ പോസ്റ്റും ഏതാണ് എന്ന് മനസ്സിലാക്കി, എത്രത്തോളം കഷ്ടപ്പാടുണ്ട് എന്ന് മനസ്സിലാക്കി, അതനുസരിച്ച് അപ്ലൈ ചെയ്യുമ്പോൾ പോസ്റ്റ് പ്രിഫറൻസ് കൊടുത്താൽ നിങ്ങൾക്ക് നല്ലൊരു ജോലിയിൽ 2026-ലോ 27-ലോ ജോലിയിൽ കയറാനായിട്ട് പറ്റും. മക്കളെ, അതിനുള്ള ഒരു സെഷനാണ് ഞാനിന്ന് എടുക്കാൻ പോകുന്നത്. എന്താണ് ജോലിയുടെ സ്വഭാവം, ഓരോ ജോലിയും എന്താണ്, അതിനെ പറ്റിയുള്ള A to Z വിവരങ്ങൾ ഞാൻ പറഞ്ഞുതരാൻ പോവാണ്. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വന്ന് അപ്ലൈ ചെയ്യുമ്പോഴേക്കും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് പ്രിഫറൻസ് വെക്കാൻ പറ്റും, ഒരു കൺഫ്യൂഷനും ഇല്ലാതെ. ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്, അതുകൊണ്ട് ഒരു അല്പം ലോങ് വീഡിയോ ആയിരിക്കും ഇത്. അവസാനം വരെ കാണുക, കാരണം ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ്. മക്കളെ, ഓരോന്നും നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്? RRB ഗ്രൂപ്പ് ഡി 2026-ന്റെ വേക്കൻസിയും ആ വേക്കൻസിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോസ്റ്റുകളും ഓൾറെഡി RRB ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. 22,000 വേക്കൻസികളിലേക്കാണ് മക്കളെ ഈ പറയുന്ന RRB ഗ്രൂപ്പ് ഡിയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. 22,000 വേക്കൻസികളിലേക്ക്. അതിൽ എത്ര പോസ്റ്റുകളുണ്ട്? കഴിഞ്ഞ വർഷം 14 പോസ്റ്റുകളിലേക്കാണ് RRB ഗ്രൂപ്പ് ഡി വിളിച്ചത് എങ്കിൽ ഇത്തവണ 11 പോസ്റ്റുകളിലേക്കാണ് വിളിക്കുക. 3 പോസ്റ്റുകളുടെ കുറവുണ്ട്. 11 പോസ്റ്റുകളിലേക്കായി 22,000 വേക്കൻസികളാണ് ഇന്ത്യ മുഴുവനായിട്ട് വരാൻ പോകുന്നത്. അത് ഏതൊക്കെയാണ്, ആ പോസ്റ്റുകൾ ഏതൊക്കെയാണ്? ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മക്കളെ. അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ ഒന്നാമത്തെ പോസ്റ്റാണ്, അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ. രണ്ടാമത്തേത് അസിസ്റ്റന്റ് ബ്രിഡ്ജ്. മൂന്നാമത്തേത് ട്രാക്ക് മെയിൻ്റനർ ഗ്രൂപ്പ് 4. നാലാമത്തേത് അസിസ്റ്റന്റ് PV. അഞ്ചാമത്തേത് അസിസ്റ്റന്റ് TRD. ആറാമത്തേത് അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഇലക്ട്രിക്കൽ. ഏഴാമത്തേത് അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് ഇലക്ട്രിക്കൽ. എട്ടാമത്തേത് അസിസ്റ്റന്റ് TL ആൻഡ് AC, അതായത് ട്രാക്ക് ലൈറ്റും അതുപോലെ തന്നെ AC-യും അതൊക്കെയാണ് ആ ഡിപ്പാർട്ട്മെന്റ് വരിക. ഒമ്പതാമത്തേത് അസിസ്റ്റന്റ് C&W കാരേജ് ആൻഡ് വേഗൺ ആണ് വരിക. പത്താമത്തേത് പോയിന്റ്സ്മാൻ B ആൻഡ് 11ാമത്തേത് അസിസ്റ്റന്റ് S&T അല്ലെങ്കിൽ സിഗ്നലും ടെലികമ്മ്യൂണിക്കേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ഭാഗം. അങ്ങനെ 11 പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്കാണ് എക്സാം നടക്കുക. ഈ 11 പോസ്റ്റുകളുടെയും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണ് അതും കൂടി ഒന്ന് നോക്കി വെച്ചോടാം. പ്രധാനമായിട്ടും 4 ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ് ആകെ ഈ 11 പോസ്റ്റുകളിലായിട്ട് വേക്കൻസി എടുക്കുക. 4 ഡിപ്പാർട്ട്മെന്റുകൾ. ഒന്ന് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്, 2 ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്, മൂന്നാമത്തെ S&T, നാലാമത്തത് ട്രാഫിക്. അതായത് ആദ്യം ഞാൻ പറഞ്ഞ 3 പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളും ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റുകളാണ് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ആദ്യത്തെ 3 എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ, S&T ആയിക്കോട്ടെ, ഇത് 3 ടെക്നിക്കൽ പരിജ്ഞാനം വേണ്ട ടെക്നിക്കൽ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളാണ്. എന്നാൽ ട്രാഫിക് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു നോൺ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് എന്നുകൂടി മനസ്സിലാക്കാം. അപ്പൊ ടെക്നിക്കലും ഉണ്ട്, നോൺ ടെക്നിക്കലും ഉണ്ട്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആക്ച്വലി SSLC ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരേണ്ടത്. SSLC പ്ലസ് ITI എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ഒക്കെ നടന്നിരുന്നു. പക്ഷെ ഇപ്പൊ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിനകത്തിൽ SSLC ആണ് നോട്ടിഫിക്കേഷനിൽ എന്താണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരേണ്ടത്. ഓക്കെ, SSLC ആണ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരേണ്ടത്. ക്ലിയർ ആണ്. ഇനി മക്കളെ നോക്കിയടാ, ഓരോ പോസ്റ്റും എന്താണ്, ഞാൻ ഈ പറഞ്ഞ 11 പോസ്റ്റുകളും ഓരോന്നും എന്താണ്, അതിന്റെ സ്വഭാവം എന്താണ്, അതിന്റെ സാലറി എത്രയാണ്, അതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എത്രയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ മക്കളെ, അസിസ്റ്റന്റ് പോയിന്റ്സ്മാൻ ട്രാഫിക്. താരതമ്യേന ഗ്രൂപ്പ് ഡി പോസ്റ്റുകളിൽ ഏറ്റവും പ്രയാസം കുറഞ്ഞ ഒരു പോസ്റ്റ് എന്ന് പറയാവുന്ന, പ്രയാസം കുറവ് എന്ന് അങ്ങ് കണ്ണടച്ച് പറയുകയല്ല, എന്നാലും താരതമ്യേന പ്രയാസം കുറഞ്ഞൊരു പോസ്റ്റാണ് അസിസ്റ്റന്റ് പോയിന്റ്സ്മാൻ ട്രാഫിക് എന്ന് പറയുന്നത്. ഇത് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ ഒരു പോസ്റ്റ് വരുന്നത്. അതായത് ഇവിടെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഫോട്ടോയിൽ കൃത്യമായിട്ട് ഒരു പെൺകുട്ടി ഫോട്ടോ കൃത്യമായി ഇങ്ങനെ മറ്റേ ഒരു ഗ്രീൻ കളറിലെയും റെഡ് കളറിലെയും ഫ്ലാഗ് പിടിച്ച് നിൽക്കുന്ന കാണാൻ പറ്റും. അപ്പൊ ഇതേപോലെ ഒരു പോസ്റ്റാണ് അസിസ്റ്റന്റ് പോയിന്റ്സ്മാൻ. ഇവിടെ ഏറ്റവും കൂടുതൽ കുട്ടികളും ഗേൾസ് ആയിരിക്കും അസിസ്റ്റന്റ് പോയിന്റ്സ്മാൻ പ്രിഫർ ചെയ്യാം. ബോയ്സിനും പ്രിഫർ ചെയ്യാവുന്നതാണ്, പക്ഷേ ഏറ്റവും കൂടുതൽ ഗേൾസ് പ്രിഫർ ചെയ്യുന്ന ഏതാണ്? അത് പോയിന്റ്സ്മാൻ ആണ്. കാരണം കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള, കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് പോയിന്റ്സ്മാൻ എന്ന് പറയുന്നത്. സാധാരണ ആവശ്യമായ ട്രാക്കുകളിലേക്ക് ട്രെയിനിനെ നയിക്കാൻ, അവരുടെ ലിവർ നിയന്ത്രിക്കുക, അതേപോലെ തന്നെ ഈ ഫ്ലാഗ് കൃത്യമായിട്ട് കാണിക്കുക, ഫ്ലാഗിനനുസരിച്ച് ട്രെയിനിനെ ചലിപ്പിക്കുക, ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ അസിസ്റ്റന്റ് പോയിന്റ്സ്മാൻ ആണ് വരിക. ഈ അസിസ്റ്റന്റ് പോയിന്റ്സ്മാൻ കേരളത്തിലും ജോലി കിട്ടാവുന്ന പോസ്റ്റ് തന്നെയാണ്. എല്ലാ പോസ്റ്റുകൾക്കും കേരളത്തിൽ ജോലി കിട്ടാനുള്ള സാധ്യതയില്ല. പ്രത്യേകിച്ച്
നമ്മുടെ എന്താണ് ക്യാരേജുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളൊന്നും കേരളത്തിൽ കിട്ടാനുള്ള സാധ്യതയില്ല. കാരണം കേരളത്തിൽ ഇന്നില്ല, വർക്ക്ഷോപ്പുകളുടെ എണ്ണം വളരെ പരിമിതമാണ്. എന്നാൽ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ പ്രധാനമായിട്ടും കേരളത്തിലാണ് കിട്ടാൻ സാധ്യത കൂടുതൽ. അതുകൊണ്ട് കേരളത്തിൽ സാധ്യത കൽപ്പിക്കാവുന്ന ഒരു പോസ്റ്റാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സാധ്യത കൽപ്പിക്കാവുന്ന ഒരു പോസ്റ്റാണ് പോയിന്റ്സ്മാൻ. പുരുഷന്മാർക്കും അപ്ലൈ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. നോക്കിയേ, മെഡിക്കൽ സ്റ്റാൻഡേർഡ് A2 ആണ്. അത്യാവശ്യം നല്ല മെഡിക്കൽ സ്റ്റാൻഡേർഡ് വേണ്ട ഒരു പോസ്റ്റാണ്. A2 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. ഇത് ഏതെങ്കിലും ഭിന്നശേഷിയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്തേക്കാം, ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് നോക്കിയേ, ഇതിന്റെ പ്രൊമോഷൻ സാധ്യതയാണ്. ടിക്കറ്റ് ക്ലർക്കായിട്ടോ അല്ലെങ്കിൽ ട്രെയിൻസ് മാനേജർ ആയിട്ടോ സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ടോ ഒക്കെ എന്ത് ചെയ്യാം, ഒരു പ്രൊമോഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. 30,000 അതിൽ കൂടുതലോ സാലറി കിട്ടാവുന്ന ഒരു പോസ്റ്റാണ്. നമുക്കറിയാം ഇപ്പോൾ 8th പേ കമ്മീഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ സാലറിയിലൊക്കെ വല്ലാത്ത വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനേക്കാളൊക്കെ ഉയർന്ന ഒരു സാലറി കിട്ടാൻ ഞാൻ നിലവിലത്തെ ഒരു കേസിലാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ 8th പേ കമ്മീഷൻ ഒക്കെ വരുമ്പോൾ ഈ സാലറി ഭയങ്കരമായിട്ട് കൂടാനുള്ള സാധ്യതയും അവിടെ കൽപ്പിക്കുന്നുണ്ട്. 54% DA ഒക്കെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് കിട്ടാൻ പോകുക. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് അസിസ്റ്റന്റ് പോയിന്റ്സ്മാൻ. രണ്ടാമത്തേത് അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ ആണ്. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ എന്ന് പറയുന്ന പോസ്റ്റ് വരുന്നത്. അതായത് സാധാരണ ഇതേപോലെ ഒരു മെഷീൻ നമ്മുടെ സ്റ്റേഷനുകളിൽ, റെയിൽവേ സ്റ്റേഷനുകളിൽ കാണാറുണ്ട്. യന്ത്രങ്ങൾ നന്നാക്കുക, അതേപോലെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ആവശ്യമായ ടൂളുകൾ അല്ലെങ്കിൽ ഗാഡ്ജറ്റുകൾ, ഇവയുടെ ലഭ്യത ഉറപ്പാക്കുക എന്നുള്ളതാണ് അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. A3 മെഡിക്കൽ സ്റ്റാൻഡേർഡ് വേണ്ട പോസ്റ്റാണ്. മെഡിക്കൽ സ്റ്റാൻഡേർഡിനെ സംബന്ധിച്ച് ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്യാം. ഈ ചാനൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോടാം. നമ്മുടെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ എല്ലാ തരത്തിലുള്ള വിവരങ്ങളും ആദ്യം ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. പ്രമോഷൻ നോക്കിയേ, ട്രാക്ക് മെഷീൻ മെയിന്റനർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക്, TMM എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് പ്രമോഷൻ കിട്ടാവുന്ന പോസ്റ്റാണ്. 32,000 അതിൽ കൂടുതലോ ആണ് സാലറി ആയിട്ട് കിട്ടാൻ സാധ്യതയുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പോസ്റ്റ് തന്നെയാണ് അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ. ഇനി അടുത്ത് നോക്കിയോ, അസിസ്റ്റന്റ് ബ്രിഡ്ജ്, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് വരിക. അസിസ്റ്റന്റ് ബ്രിഡ്ജ് റെയിൽവേ അതോറിറ്റിയുടെ കീഴിൽ പുതിയ പാലങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ആയിരിക്കും പ്രധാനമായിട്ടും അസിസ്റ്റന്റ് ബ്രിഡ്ജിൽ വരിക. കണ്ടോ, അസിസ്റ്റന്റ് ബ്രിഡ്ജിൽ ഇരുന്ന് കൃത്യമായിട്ട് അവർ നിയന്ത്രിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെയും ട്രാക്കിന്റെ മെയിൻ്റനൻസും കാര്യങ്ങളും ഒക്കെ ചെയ്യുകയാണ്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് B1 ആണ്. സാധാരണഗതിയിൽ കേൾവിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ ഒന്നും, കാഴ്ചയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ ഒന്നും ഈ ഒരു ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. മെഡിക്കൽ സ്റ്റാൻഡേർഡ് B1 ആണ്. ലിമിറ്റഡ് ഡിപ്പാർട്ട്മെന്റൽ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ അല്ലെങ്കിൽ LDCE എന്ന് പറയുന്ന ഒരു കോമ്പറ്റീഷനിലൂടെയൊക്കെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. 32,000+ ആണ് അവിടെയും സാലറി ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി മറ്റൊന്ന് നോക്കിയേ, ട്രാക്ക് മെയിൻ്റനർ ഗ്രേഡ് 4 ആണ്. അത് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ആ ജോലി വരിക. ഇത് അത്യാവശ്യം നല്ല കഷ്ടപ്പാടുള്ള ഒരു പോസ്റ്റാണ്. ഇതൊരു ടീം എഫോർട്ടിന്റെ ഭാഗമായിട്ട് ഒരു ടീം വർക്ക് പോലെ നടക്കുന്ന ഒരു ജോലിയാണ്. പക്ഷെ നല്ല കഷ്ടപ്പാടാണ്. അത്യാവശ്യം നന്നായിട്ട് വെയിൽ കൊള്ളേണ്ടി വരും, അത്യാവശ്യം നന്നായിട്ട് പണിയെടുക്കേണ്ടി വരും. അപ്പോൾ ഒരു ലാസ്റ്റ് പ്രിഫറൻസ് ഒക്കെ വെക്കാവുന്ന ഒരു പോസ്റ്റാണ് ഇത് എന്ന് പറയുക. ട്രാക്കുകൾ പരിപാലിക്കുക, ട്രാക്കുകളുടെ തകരാറുകൾ നിരീക്ഷിക്കുക, ട്രാക്ക് ലൈൻ എല്ലാ അറ്റകുറ്റപ്പണികളും നോക്കുക, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ട്രാക്ക് മെയിൻ്റനറുടെ ജോലി എന്ന് പറയുക. മെഡിക്കൽ സ്റ്റാൻഡേർഡ് B1 ആണ് ട്രാക്ക് മെയിൻ്റനർക്ക് വേണ്ടത്. കേൾവി ശക്തിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലോ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലോ ഒക്കെ ചിലപ്പോൾ ഈ ഒരു ജോലിയിലേക്ക് കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെയും LDC അതായത് ലിമിറ്റഡ് ഡിപ്പാർട്ട്മെന്റൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലൂടെയൊക്കെ പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. 35,000+ ആണ് സാലറി ആയിട്ട് വരിക. അത്യാവശ്യം നല്ല സാലറി പാക്കേജ് ട്രാക്ക് മെയിൻ്റനർ എന്ന് പറയുന്ന പോസ്റ്റിൽ ലഭിക്കാവുന്നതാണ്. പക്ഷെ അതിനനുസരിച്ചുള്ള കഷ്ടപ്പാടും അവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വച്ചേക്കാം. ഇനി അസിസ്റ്റന്റ് PY ആണ് അടുത്തത്. അത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെയാണ് വരിക. അദ്ദേഹമായിരിക്കും മെയിൻ്റനൻസും സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് ട്രാക്കുകളുടെയും ബ്രിഡ്ജുകളുടെയും ലെവൽ ക്രോസുകളുടെയും ഒക്കെ മെയിൻ്റനൻസുമായും അവരുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുന്ന ആരായിരിക്കും? അസിസ്റ്റന്റ് PY ആയിരിക്കും. ഇവിടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് B1 ആണ്. 35,000+ സാലറി പ്രതീക്ഷിക്കാവുന്നതാണ്. റെയിൽവേ, ബ്രിഡ്ജസ് ആൻഡ് ടണൽ ഇവിടെയൊക്കെ എന്താണ് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. 35,000+ ആണ് അസിസ്റ്റന്റ് PYയുടെ ജോലി സാധ്യതയായിട്ട് വരിക. ഇനി അടുത്ത് നോക്കിയേ, അസിസ്റ്റന്റ് കാരിയേജ് ആൻഡ് വേഗൻ, അതായത് ജനങ്ങളെ വഹിച്ചുകൊണ്ട് പോകുന്നതാണ് കാരിയേജ് എന്ന് പറയുക. വേഗൻ എന്ന് പറയുന്നത് ഏതാണ്? ഗുഡ്സുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അതിലെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അസിസ്റ്റന്റിനെ ആവശ്യമായിട്ട് വരിക. അവിടെ കാരിയേജ് ഓർ വേഗൻ എന്താണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് to a position responsible for maintenance, repair and inspection of passenger coaches അതാണ് കാരിയേജ് എന്ന് പറയുക. ആൻഡ് ഗുഡ്സ് വേഗൻ അതാണ് എറണാകുളം, പാലക്കാട് ഒക്കെ വരുന്ന ഗുഡ്സ് വേഗനുകളുടെ അവയുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക,
അവ ഓക്കെ ആണോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക, ഇൻസ്പെക്ട് ചെയ്യുക, ഇതൊക്കെ അസിസ്റ്റന്റ് കാരേജ് ആൻഡ് വേഗന്റെ ഉത്തരവാദിത്തമാണ്. B1 ആണ് ഇതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത്. ഇവിടെയും പ്രൊമോഷൻ സാധ്യത LDC ബേസ്ഡ് തന്നെയാണ്. 30,000+ ആണ് ഇവയുടെ സാലറി ആയിട്ട് പ്രധാനമായിട്ട് വരുന്നത്. ഓക്കെയാണ്. ഇനി നോക്കിയേ, അസിസ്റ്റന്റ് TRD ട്രാക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതാണ്. അസിസ്റ്റന്റ് ട്രാക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതാണ് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതായത് ഇലക്ട്രിക്കൽ അസറ്റുകൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, പവർ സപ്ലൈ ഇൻസ്റ്റലേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുക. B1 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത്. LDC ബേസ്ഡ് ആയിട്ടുള്ള പ്രൊമോഷൻ തന്നെയാണ്. 35,000+ സാലറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുന്നതുമാണ്. മറ്റൊന്ന് അസിസ്റ്റന്റ് സിഗ്നൽ ആൻഡ് ടെലികോം എന്ന് പറയുന്ന SRT എന്ന് പറയുന്ന ഭാഗമാണ്. അത് SRT ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ തന്നെയാണ്. വിവിധ സാഹചര്യങ്ങൾക്കനുസരിച്ച് ട്രെയിനുകൾക്ക് സിഗ്നലുകൾ നൽകുക എന്നുള്ളതാണ് ലക്ഷ്യം. B1 C1 എന്നീ 2 മെഡിക്കൽ സ്റ്റാൻഡേർഡുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെയും അതേപോലെ തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആയിട്ടോ ഗ്രേഡ് 2 ആയിട്ടോ ഗ്രേഡ് 1 ആയിട്ടോ ജൂനിയർ എഞ്ചിനീയർ ആയിട്ടോ SSC ആയിട്ടോ ഒക്കെ പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. 30,000+ ആണ് സാലറി ആയിട്ട് വരിക. മക്കളെ, ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ, അതേപോലെ തന്നെ അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഇലക്ട്രിക്കൽ ആണ് വരിക. മാനേജേഴ്സ് ഡീസൽ ലോക്കോമോട്ടീവ് ഓവർഹോൾ ഒക്കെ പ്രത്യേകിച്ച് എറണാകുളമാണ് വരിക. B1 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഇവിടെ വരേണ്ടത്. പ്രൊമോഷൻ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ LDCE അതുമായി ബന്ധപ്പെട്ട പ്രൊമോഷൻ ആണ് വരിക. ഇത് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് അല്ല, ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. 30,000+ ആണ് അസിസ്റ്റന്റ് ലോക്കോ ഷെഡിന്റെ സാലറി ആയിട്ട് വരിക. 30,000+ ആണ് സാലറി ആയിട്ട് വരിക. ഇനി അസിസ്റ്റന്റ് TL ആൻഡ് AC, അതായത് ട്രെയിൻ ലൈറ്റോ അല്ലെങ്കിൽ ട്രാക്ക് ലൈറ്റോ AC-യുമായിട്ടോ ഒക്കെ ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് വേണ്ടി വരുന്ന പോസ്റ്റ് ആണ് അസിസ്റ്റന്റ് TL ആൻഡ് AC എന്ന് പറയുക. ട്രെയിനുകളുടെ വൈദ്യുത ഉപകരണങ്ങളുടെയും കണക്ഷനുകളുടെയും ശരിയായ പ്രവർത്തനം പരിശോധിക്കുക. ഉദാഹരണത്തിന് നോക്കിയേ, സിഗ്നൽ LED, AC കൺട്രോളറുകൾ, പവർ സപ്ലൈ, ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ശരിയായിട്ടാണോ നടക്കുന്നത്, കൃത്യമാണോ കാര്യങ്ങൾ എന്നൊക്കെ പരിശോധിക്കുന്നത് അസിസ്റ്റന്റ് TL ആൻഡ് AC-യുടെ ജോലിയാണ്. B1 C1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് അസിസ്റ്റന്റ് TL ആൻഡ് AC-ക്കും പ്രധാനമായിട്ട് വരുന്നത്. ഇനി അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് ആണ് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് വേണ്ടി വരുന്ന അസിസ്റ്റന്റ് ഓപ്പറേഷൻസ്. എന്താ വരിക മക്കളെ, ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റുകളുമായി ബന്ധപ്പെട്ട് വരുന്ന വർക്കുകളാണ് പ്രധാനമായിട്ടും അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് ഇലക്ട്രിക്കലിൽ വരിക. ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ വർക്കുകളും ഇവർ ചെയ്യേണ്ടതായിട്ട് വരും. സ്റ്റേഷൻ ഡ്യൂട്ടിയാണ് നോർമലി വരിക. B1 C1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് തന്നെയാണ് അസിസ്റ്റന്റ് ഓപ്പറേഷൻസും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവേണ്ടത്. മക്കളെ, ഇത്രയുമാണ് പ്രധാനമായിട്ടും നമ്മുടെ ഗ്രൂപ്പ് D പരീക്ഷകളുടെ 2026 വരാൻ പോകുന്ന പോസ്റ്റ്. അപ്പോൾ നിങ്ങളിത് കേട്ടപ്പോൾ ഇതിന്റെ ജോലിയുടെ സ്വഭാവം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അതേപോലെ ജോലി എത്രത്തോളം കഷ്ടപ്പാടുള്ളതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അവയുടെ സാലറിയുമായി ബന്ധപ്പെട്ട ഒരു വിവരം കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ വെച്ച് വേണം നിങ്ങൾ 2026 ജനുവരി മാസം 31-ാം തീയതി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. വളരെ നന്നായിട്ട് തന്നെ നമുക്ക് പഠിച്ചു പോകാൻ പറ്റും. പക്ഷെ നിങ്ങൾ യാത്ര നേരത്തെ തുടങ്ങേണ്ടി വരും. ഒരിക്കലും നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട. അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ, പക്ഷെ നിങ്ങളുടെ പഠനം ഇപ്പോൾ തന്നെ തുടങ്ങണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് RRB ഗ്രൂപ്പ് ഡിയുടെ ഒരു ലോങ് ടേം ബാച്ച്, അശ്വ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബാച്ചിന്റെ പ്രത്യേകത, കൃത്യമായ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഈ ക്ലാസ്സുകൾ കിട്ടുക. അതായത് കൃത്യമായിട്ടുള്ള ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ ഇവിടെ നിന്ന് കിട്ടിയിരിക്കും. ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിന്ന് കിട്ടിയിരിക്കും. ഇത് കൂടാതെ ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് കിട്ടിയിരിക്കും. എത്ര നിങ്ങൾ പഠിച്ചാലും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയില്ല എങ്കിൽ അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. അപ്പൊ പരമാവധി ചോദ്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ഉണ്ട്. നിങ്ങളുടെ സമയം നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അതിനോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു മെന്റർഷിപ്പ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. കൃത്യമായിട്ടൊരു മെന്റർ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. എല്ലാ മൺഡേയിലും വൈകുന്നേരം 6 മണിക്ക് അമൽ സാറിന്റെയോ എന്റെയോ ഒക്കെ നേതൃത്വമുള്ള ഒരു മോട്ടിവേഷൻ സെഷൻ ഉണ്ടായിരിക്കും. അങ്ങനെ എല്ലാം ആയിട്ടുള്ള ഒരു അടിപൊളി ബാച്ചാണ് അശ്വ ബാച്ച് എന്ന് പറയുക. പ്രിന്റ് എടുത്ത് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള PDF നോട്ടുകളും എക്സാമുകളും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ബാച്ചാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്തോളാം. അതിന് വേണ്ടിയിട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും. ആ ഗൂഗിൾ ഫോം നിങ്ങളൊന്ന് ഫില്ല് ചെയ്തോടെ. താഴെ ഒരു ഗൂഗിൾ ഫോം കാണും മക്കളെ, ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോടാം. ഇനി അതല്ല എങ്കിൽ 8281223366 ഈ നമ്പറിലോട്ടൊന്ന് വിളിച്ചോ. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. അതുപോലെ തന്നെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. ഈ RRBയുമായി ബന്ധപ്പെട്ട SSCയുമായി ബന്ധപ്പെട്ട ഏത് വാർത്തയും ആദ്യം ഞങ്ങളിലൂടെ ആയിരിക്കും നിങ്ങളിലേക്ക് എത്തുക. ഞങ്ങളുടെ ഉറപ്പാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. ഇതൊക്കെ അറിഞ്ഞ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം, പഠിച്ചു തുടങ്ങാം. 8281223366.